എൻകൗണ്ടർ അവസാന ഘട്ടത്തിലേക്ക് ശ്രീ ജെയ്ക്സി തോമസ്, ഇവിടെ ലിജു പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങളുടെ ഭരണഘടനാ സംരക്ഷണ സമ്മേളനങ്ങളുടെയൊക്കെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന്. അത് നിങ്ങൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്, തുറന്ന് വ്യക്തമാക്കിയ ഒരു നടപടിയാണ്. ആകെ ഒരു കേസ് മാത്രമേ നിലവിലുള്ളൂ എന്നൊക്കെ മുഖ്യമന്ത്രി കണക്ക് പറഞ്ഞെങ്കിലും ഇപ്പോൾ അതിവേഗം കേസുകളിൽ അപേക്ഷ വേഗം ഉറപ്പുവരുത്തി സ്വീകരിച്ചു എന്ന് ഉറപ്പുവരുത്തി വേഗം കേസ് ഇല്ലാതാക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആ വ്യഗ്രതയുടെ പിന്നിലെ താല്പര്യം എന്താണ്? വിഴിഞ്ഞം കേസുകളും അതേപോലെ തന്നെ വ്യഗ്രതയോടെ പിൻവലിക്കാനുള്ള താല്പര്യം എന്താണ്? ഇതൊക്കെ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാകുമെന്നാണ് ലിജു പറഞ്ഞത്. ഓക്കെ, കോൺഗ്രസിന്റെ പ്രതിനിധി ആവശ്യപ്പെട്ടതുപോലെ അങ്ങൊരു 3 മിനിറ്റ് തടസ്സം കൂടാതെ എനിക്ക് അനുവദിച്ചാൽ ആദരണീയനായ കോൺഗ്രസ് പ്രതിനിധിയുടെയും ലീഗ് പ്രതിനിധിയുടെ ചില സന്ദേഹങ്ങൾക്കുള്ള മറുപടി വേഗത്തിൽ പറഞ്ഞു പോകാം. ഇപ്പൊ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, ഇതിനെ സംബന്ധിച്ചായിരുന്നല്ലോ ചർച്ചയുടെ പ്രധാനമായ ഒരു ഘട്ടം. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി അഭിമാനത്തോട് പറയുകയാണ്, ഞങ്ങളുടെ നേതാവ് നമ്മുടെ വയനാട് MP നല്ല ജാഥ നയിച്ചു, ഹിന്ദി ഹേർട്ട്മെന്റിൽ പോയിട്ട് CAക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടു പഠിക്കുക എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇരിക്കട്ടെ, നല്ലത്. ഞാൻ പറയട്ടെ, അങ്ങ് മാധ്യമ പ്രവർത്തകർ എന്നല്ല അങ്ങ് ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന 3 സംസ്ഥാന സർക്കാരുകൾ ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. ഒന്ന് ആന്ധ്രയിലെ രേവന്ത് റെഡ്ഡി, 2 കർണാടകത്തിലെ സിദ്ധരാമയ്യ, 3 ഹിമാചൽ പ്രദേശിലെ സുഖ്വന്ദർ സിംഗ് സുഖു. കേരളത്തിൽ ഇന്ത്യയിലാവട്ടെ CPIMന് ഒരു സംസ്ഥാന സർക്കാരേ ഉള്ളൂ, അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റേതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി കേരളം സ്വീകരിച്ച നിലപാട് പോലെ ഞങ്ങളിൽ അവശേഷിക്കുന്ന ഒരാളെങ്കിലും ഉള്ള അത്രയും കാലം മനുഷ്യനെ മതപരമായി വേർതിരിച്ച് കലാപമുണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ഈ തെറ്റായ നിയമവിരുദ്ധ നിയമനിർമ്മാണം ഞങ്ങളുടെ നാട്ടിൽ നടപ്പാക്കില്ല എന്ന് പറയാൻ എന്തേ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് നട്ടലുണ്ടാകുന്നില്ല? എന്തേ കർണാടകയിൽ നിന്ന് അത്തരം ഒരു ശബ്ദം ഉണ്ടാകുന്നില്ല? എന്തേ ആന്ധ്രയിൽ നിന്ന് ഹിമാചലിൽ നിന്ന് അത്തരം ഒരു ശബ്ദം ഉണ്ടാകുന്നില്ല? ജനുവരി 22 ഇതേപോലെ ഇന്ത്യ ഞെട്ടിപ്പോയൊരു ദിനമല്ലേ? എന്തു ചെയ്യുമെന്നറിയാതെ ഇന്ത്യൻ മതനിരപേക്ഷത ഞെട്ടിത്തെറിച്ച് നിന്ന ദിവസം ഓർമ്മിക്കുന്നില്ലേ? മധ്യപ്രദേശിലെ ദേശീയ നേതാവ് കോൺഗ്രസിന്റെ എന്താ പറഞ്ഞത്? രാജീവ് ഓപ്പൺ ലോക്സ് അറ്റ് ബാബറി, ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് ഹിസ്റ്ററി എന്നുള്ളതാണ്. പള്ളി പൊളിക്കാൻ താഴ് തുറന്നു നൽകിയത് ഞങ്ങൾ കോൺഗ്രസ് ആണ്, നീ ഒന്നും അത് മറക്കരുത്. ഇത് പ്രഖ്യാപിച്ചത് ആരാ? RSSന്റെ നേതാവല്ലല്ലോ. ആരാ അങ്ങോട്ടേക്ക് ഇല്ലാന്ന് ആദ്യം പറഞ്ഞത്? ലീഗ് പ്രതിനിധിക്ക് തള്ളിക്കളയാൻ കഴിയുമോ? സുപ്രഭാതം വാർത്ത എഴുതിയില്ലേ? കോൺഗ്രസിന്റെ നേതാവായ സോണിയാഗാന്ധിക്ക് CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്വീകരിച്ചതുപോലെ പള്ളി പൊളിച്ച മണ്ണിൽ കാലുകുത്താൻ ഞങ്ങളില്ല എന്ന് പറയാൻ എന്തേ മടി? ആ ആർജവം നിങ്ങൾ കൊണ്ടുപോകുന്നത് UCCയെ സംബന്ധിച്ചും പലസ്തീനെ സംബന്ധിച്ചും അതിനുശേഷം തൊട്ടുപുറകിൽ ഇവിടെ റാലി നടത്തിയതിനെ സംബന്ധിച്ച് ലീഗ് പ്രതിനിധി ചൂണ്ടിക്കാണിച്ചില്ലേ? ഒറ്റ സെക്കൻഡ് ജയിക്ക തടസ്സപ്പെടുത്തുകയല്ലോ, ഒന്ന് വഴങ്ങിയ ലിജു വേഗം ഇടപെടുന്നത് എന്താണ്? അത് മര്യാദയാണോ? UCCയെ സംബന്ധിച്ച് ഒറ്റ ചോദ്യം, CPM ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. ജയിക്കേ, പള്ളി പൊളിച്ച മണ്ണിൽ കാല് കുത്തില്ല എന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണിച്ചു തരാമോ? CPMന്റെ പോളിറ്റ് ബ്യൂറോ ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. വേണമെങ്കിൽ വേണു ഇപ്പോൾ വാട്സാപ്പ് ചെയ്യാം, എടുത്തിട്ട് അത് വേണു ഈ ചാനലുകളെ മുഴുവൻ കാണിക്കും. നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ യെച്ചൂരി പറഞ്ഞില്ലല്ലോ. യെച്ചൂരി പറഞ്ഞത് ഭരണകൂടത്തിന്റെ യെച്ചൂരി അയോധ്യയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഞാൻ സുപ്രഭാതം ദിനപത്രത്തെ കോട്ട് ചെയ്തല്ലേ? ഞാൻ ചോദ്യം വരെ ചോദിച്ചുള്ളൂ. ഇത് മര്യാദയാണ്. എല്ലാ കാലവും ലീഗിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച സുപ്രഭാതം, എല്ലാ കാലവും ലീഗിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ വരെ പിൻവലിക്കാത്ത കേസിനെ കുറിച്ചുകൂടി പറഞ്ഞാൽ മതി. അതിനെ കുറിച്ചുകൂടി ഒന്ന് പറയണം. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരെ കേസ് അവരുടെ വാദങ്ങൾ ഒന്നൊന്നായി അസ്വസ്ഥത, രണ്ടുപേർക്കും പൊള്ളുന്നു. അവസാനിപ്പിക്കേണ്ടതാണ്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിക്കാമോ? യെച്ചൂരിക്ക് നിങ്ങളൊന്ന് കാണിച്ചേ. ശരി, സമയം കഴിയുകയല്ലേ? ജയിക്കത് പൂർത്തിയാക്കട്ടെ. അഷ്റഫ് അലി, ലിജു, നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ജയിക്കത് കേൾക്കുകയും ചെയ്തു, അദ്ദേഹം പറയട്ടെ. സുപ്രഭാതം ദിനപത്രമാണ് പറഞ്ഞത്, പള്ളി പൊളിച്ച മണ്ണിൽ കാല് കുത്തില്ല എന്ന് വിളിച്ചു പറയാൻ CPIMന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്വീകരിച്ച നിലപാടിന്റെ ആർജവം
ഇന്ത്യയിലെ കേരളത്തിലെ കോൺഗ്രസിനുണ്ടോ എന്ന് ഞങ്ങളല്ല ചോദിച്ചത്. എല്ലാ കാലവും ലീഗിനെ പിന്തുണച്ച സുപ്രഭാതം ദിനപത്ര ചോദിച്ചത്. എവിടെയായിരുന്നു നിങ്ങളുടെ നിലപാട്? അപ്പോഴാണ് മത്സരിച്ച് പറഞ്ഞത് രാജീവ് ഓപ്പൺ ലോക്സെറ്റ് ബാബറി പള്ളി പൊളിക്കാൻ താഴ് കൊടുത്തത് ഞങ്ങളാ, RSS അല്ല. നീ ഒന്നും ആ ചരിത്രം മറക്കരുതെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാവാണ്. പിന്നെ പലസ്തീൻ അനുകൂല റാലിയെ കുറിച്ച് ലീഗ് പ്രതിനിധി പറഞ്ഞല്ലോ. തിരുവനന്തപുരം MP CWC മെമ്പർ എന്താ പറഞ്ഞത്? ഇസ്രായേലിന് നേർക്ക് നടന്നത് ഭീകരാക്രമണം. ഇസ്രായേലിന്റെ പ്രതികരണം അല്പം കടുത്തുപോയി അല്ലെ? നാണം കെട്ട് തല താഴ്ത്തി ഡൽഹിയിൽ പോയി കുത്തിയിരുന്ന് സമരം ചെയ്തു ഇന്ത്യയിലെ CPIM. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത്തരം ഒരു സമീപനം ഇല്ലാതായത്? UCCയെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്തപ്പോൾ ദ സൈലൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് കോൺഗ്രസ് ഹോൺസ് മീ എന്ന് പറഞ്ഞത് ആരാണ്? ലീഗിന്റെ പ്രതിനിധിയായിട്ടുള്ള അബ്ദുൾ വഹാബാണ്. RSS ഒരു സ്വകാര്യ നിയമനിർമ്മാണം അവതരിപ്പിക്കുമ്പോൾ കോൺഗ്രസുകാർ മുങ്ങിയതും നിശബ്ദരായതും എന്നെ പേടിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് കേരളത്തിലെ രാജ്യസഭാ അംഗമായിട്ടുള്ള അബ്ദുൾ വഹാബാണ്. ഇലക്ട്രൽ ബോണ്ടിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തില്ലേ? എവിടെയായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? കോർപ്പറേറ്റ് കള്ളന്മാരിൽ നിന്ന് BJP-ക്കാരെ പോലെ കോടികൾ വാങ്ങി തിന്നത് കോൺഗ്രസ്, നിങ്ങൾ BJP ഒരുമിച്ച്. ശരി ജയചന്ദ്രമോഹനോട് ക്ഷമിക്കണം, സമയം പൂർണ്ണമായും കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് അങ്ങയിലേക്ക് വരാൻ കഴിയാതിരിക്കുന്നത്. ശരി ഞാൻ ഇടപെടുക.